കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ച ഹർത്താലിനിടെ പലയിടത്തും അക്രമ സംഭവങ്ങളുണ്ടായി. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ പണിമുടക്കിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സമരാനുകൂലികൾ തടഞ്ഞതിനെതിരെ അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റിയാണ് സംഘർഷം ഒഴിവാക്കിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് പലയിടങ്ങളിലും ഇന്നത്തെ ദിവസം രാവിലെ മുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന ആളുകളെ തടയുന്ന സാഹചര്യം, സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന കാഴ്ചകളൊക്കെ പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് തൊഴിലാളി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ടോം, കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ ഏതാണ്ട് സമാധാനപൂർണ്ണമായാണ് ഈ പണിമുടക്ക് നടന്നു വന്നിരുന്നത്. ഏതാണ്ട് ഒരു ഹർത്താലിൻ്റെ പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. സ്വകാര്യ വാഹനങ്ങളും KSRTC വാഹനങ്ങളും അടക്കം കാര്യമായി നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ വാഹനങ്ങൾ പലയിടത്തും ഇറങ്ങിയെങ്കിലും അത് പ്രതിഷേധക്കാർ കാര്യമായി തടയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയുമില്ല. സ്കൂളുകളും കോളേജുകളുമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയങ്ങാടി സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ ചില അധ്യാപകർ, ഏതാണ്ട് 11-12 അധ്യാപകർ രാവിലെ തന്നെ സ്കൂളിലേക്ക് സാധാരണ ദിവസത്തെ പോലെ പഠിപ്പിക്കാനായി എത്തുകയായിരുന്നു. അവർ നൽകുന്ന വിശദീകരണം സ്കൂളിൽ നിന്ന് അവധി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളുകൾക്ക് പ്രത്യേകിച്ച് ഈ പണിമുടക്കിൽ ബാധിക്കുമെന്ന രീതിയിലുള്ള അറിയിപ്പുകളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ് തങ്ങൾ വന്നത് എന്ന് പറഞ്ഞാണ് അവർ സ്കൂളിലേക്ക് കയറിയത്, അധ്യയനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ സമരാനുകൂലികളായ ആളുകൾ, പ്രത്യേകിച്ചും CPM പ്രവർത്തകരായ ആളുകൾ അവിടേക്ക് വരികയും ക്ലാസ് നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അധ്യാപകരടക്കം സ്കൂളിൽ നിന്നും മടങ്ങണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം ക്ലാസുകൾ നടത്താതെ വന്നു. ഈ സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഇതോടുകൂടി ഈ അധ്യാപകർ സ്കൂളിൻ്റെ പുറത്തേക്ക് ഗേറ്റിൻ്റെ മുൻവശം കുത്തിയിരുന്ന് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റ് UDF-കാരായ ആളുകൾ, അതായത് ഈ ഹർത്താലിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ അധ്യാപകർ പഠനം നടത്താൻ എത്തുമ്പോൾ അവരെ അനുകൂലിക്കാൻ എന്ന രീതിയിൽ UDF-ൻ്റെ പ്രവർത്തകരും സ്ഥലത്തെത്തി. UDF അനുഭാവികളായ അധ്യാപകരാണ് ഇന്ന് ജോലിക്ക് നോക്കാനെത്തിയ പലരുമെന്ന് ഈ ഹർത്താൽ അനുകൂലികളായ ആളുകൾ പറയുന്നുണ്ട്. നേരത്തെയും ഹർത്താലും സമാനമായ രീതിയിൽ തന്നെയുള്ള വിദ്യാർത്ഥി സമരങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഈ സ്കൂളിന് അവധി കൊടുക്കാറുള്ളതാണ്. KSU നടത്തിയ സമരത്തിലും SFI നടത്തുന്ന സമരത്തിലും, അല്ലെങ്കിൽ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകൾ വരുമ്പോൾ ഇതിനോട് അനുകൂലമായ നിലപാടായിരുന്നു ആ സ്കൂളിൽ നിന്നും സ്വീകരിച്ചത്. എന്നാൽ മറിച്ചൊരു നിലപാട് ഇന്ന് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്ന് ഹർത്താൽ അനുകൂലികളും പറയുന്നു. എന്തായാലും ഈ രണ്ട് വിഭാഗവും രണ്ട് ചേരിയായി തിരിഞ്ഞു വന്നു. ഒരു വശം പറയുന്നത് പഠിപ്പിക്കാൻ അനുവദിക്കണം, സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് സാധാരണ രീതിയിൽ നടക്കണമെന്ന് പറയുന്നു. പക്ഷേ മറുവശത്തുള്ളവർ പറയുന്നു ഈ അധ്യയനം ഇന്ന് നടക്കേണ്ടതില്ല, ഇന്ന് പൊതുപണിമുടക്കാണ്. വിദ്യാർത്ഥികളിൽ 90% അധികം ആളുകൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. അധ്യാപകരും ഏറിയ പങ്കും വരാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് അധ്യയനം വേണ്ട എന്ന നിലപാടിലേക്ക് ഈ സമരാനുകൂലികളും എത്തി. ഇത് രണ്ട് വിഭാഗവും പരസ്പരം പോരടിച്ചു നിന്ന് പരസ്പരം കയ്യേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിലാണ് പോലീസ് എത്തുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അടക്കം ഒരു നേരെ കയ്യേറ്റമുണ്ടായി. ഒരു മുതിർന്ന ആൾ, UDF പ്രവർത്തകനായ ഒരാൾ തന്നെ മർദ്ദിച്ചു എന്ന് നേരത്തെ കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്ക് നേരെ കയ്യേറ്റമുണ്ടായി എന്നാണ് UDF പ്രവർത്തകനായ അയാൾ പറയുകയും ചെയ്തു. എന്തായാലും പിന്നീട് പോലീസ് വരികയും ഇരുപക്ഷത്തെയും അവിടെ നിന്നും പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. അധ്യാപകർ ആ സ്കൂളിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് എന്തായാലും കുറച്ച് നേരം മുമ്പ് തന്നെ അയവ് വന്നിരുന്നു. സ്കൂള് പൂർണ്ണമായും ഇന്ന് അധ്യയനം ഒഴിവാക്കി. നാട്ടുകാരെയൊക്കെ പോലീസ് അടുത്ത് നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. എന്തായാലും രണ്ട് വിഭാഗങ്ങൾ, അതായത് ഹർത്താലിനെ അനുകൂലിക്കുന്നവരും ഹർത്താലിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഭിന്നത തന്നെയാണ് നമ്മൾ ആ സ്കൂളിൽ കണ്ടത്. ഈ അധ്യാപകർക്ക് പിന്തുണയുമായി UDF എത്തി. അധ്യാപകരെ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു LDF എത്തി. എന്തായാലും ഒരു പൊതുപണിമുടക്ക് എന്ന രീതിയിലൊരു സമരം നടത്തുമ്പോൾ ഈ പണിമുടക്കുന്നത് പോലെ തന്നെ പണിയെടുക്കാനുള്ള അവകാശവും മറുവശത്തുണ്ട് എന്ന് വിശ്വസിക്കണം. ഈ പല ആളുകളും പല മേഖലയിലും പെട്ട ആളുകൾ ഇന്ന് പണിമുടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വയം ഇച്ഛപ്രകാരമുള്ള ഒരു തീരുമാനമായിരിക്കാം. അതേ രീതിയിൽ തന്നെ പണിമുടക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും തൊഴിലാളികൾക്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു സ്കൂളിനെ തന്നെ ഈ രാഷ്ട്രീയ ബലപ്രയോഗത്തിന്റെ വേദിയാക്കി മാറ്റിയത് വലിയ കഷ്ടമായ കാര്യമാണ്. തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള പോലെ തന്നെ തൊഴിലെടുക്കാനുള്ള
സ്വാതന്ത്ര്യവുമുണ്ട്. അതാണ് ഈ സമരാനുകൂലികൾ നിഷേധിക്കുന്നത്. എന്തായാലും എന്താണ് ഈ പുതിയങ്ങാടിയിലെ GMUP സ്കൂളിൽ സംഭവിച്ചതെന്ന് പരിശോധിക്കാം. PTA പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതിലേക്ക്. നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ പല പാർട്ടിക്കാരും സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിലെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കാം. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിൽ നമ്മൾ വല്ലാത്തൊരു ദുഃഖിതനാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം വരാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു PTA പ്രസിഡന്റ് നിലക്ക് എനിക്കങ്ങനെ ഒരു ആഗ്രഹം. PTA പ്രസിഡന്റാണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എന്താണ് ആ സ്കൂളിൽ സംഭവിച്ചത്? കാരണം അവിടെ ഈ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് PTA പ്രസിഡന്റ് പറയുന്നത്. അതോടൊപ്പം ഈ സമര അനുകൂലികളുടെ പ്രതികരണം കൂടി കേൾക്കാം. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദേശീയ പണിമുടക്കൽ INTUC പ്രവർത്തിക്കാത്തത്. അത് മാസ്റ്റർ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയിലെ ചോദ്യം. അതാണ്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ സമരാനുകൂലികൾ ചോദിക്കുന്നത് ഇന്ന് കുട്ടികളില്ല, സ്കൂൾ പ്രവർത്തിക്കുന്നില്ല, പിന്നെ എന്തിനാണ് അധ്യാപകർ അവിടെ എത്തിയതെന്നാണ്. ഇവിടെ രണ്ട് പക്ഷം, അതായത് സ്കൂൾ അധികൃതരും PTA-യും അതോടൊപ്പം സമരാനുകൂലികൾ രണ്ട് രീതിയിൽ വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കേസോ നടപടികളോ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? സ്കൂളിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. കാരണം സ്കൂളിനുള്ളിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന് മുൻവശത്താണ് അധ്യാപകർ അവരുടെ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് വഴിയിൽ വെച്ചാണ് ഈ രക്ഷാകർത്താക്കൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ട് ശ്രേണിയിൽപ്പെട്ട ആളുകൾ, UDFകാരും LDFകാരും അവിടെ വെച്ചാണ് തമ്മിൽ കയ്യേറ്റമൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചു വരുന്നുണ്ട്. കേസെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരു പക്ഷേ നീങ്ങിയേക്കും. അധ്യാപകർ പരാതി നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു പക്ഷേ അധ്യാപകർ കൂടി പരാതി നൽകിയാൽ ആ തരത്തിൽ അതിനെ പരിഗണിക്കും. എന്തായാലും കൃത്യമായൊരു രാഷ്ട്രീയ കളിയാണ് ഇന്ന് ആ സ്കൂളിൽ നടന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കോഴിക്കോട്ടൊക്കെ പലയിടത്തും ഈ ഹർത്താലിനോട് അല്ലെങ്കിൽ ഈ പണിമുടക്കിനോട് ഒരു അനുകൂല നിലപാടല്ല UDFിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ യാത്ര, VD സതീശൻ നയിക്കുന്ന യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. തിരുവമ്പാടിയിൽ അതിൻ്റെ സ്വീകരണ യോഗം നടന്നു. ഇനി വൈകിട്ട് മുതലക്കുളം അടക്കമുള്ള ഇടത്തും നടക്കാനുണ്ട്. VD സതീശൻ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞിരുന്നു, ഈ ഏത് തരത്തിലുള്ളൊരു പണിമുടക്ക് നടത്തിയാലും അത് കേരളത്തിൽ മാത്രമാണ് ഹർത്താലായി മാറുന്നത്. മറ്റ് തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഈ ബംഗാളിലോ ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന ഡൽഹിയിൽ പോലും ഇതൊരു പണിമുടക്കിനപ്പുറം ഒരു ഹർത്താലായി മാറാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്നൊക്കെ സതീശൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർത്താലിനോട് INTUC അടക്കമുള്ള സംഘടനകൾ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും അത്ര അനുകൂല നിലപാടല്ല UDF ക്യാമ്പിൽ നിന്നും ഉള്ളതെന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. സാധാരണ ഗതിയിലൊരു പൊതുപണിമുടക്ക് നടക്കുമ്പോൾ പ്രകടനങ്ങളുമായൊക്കെ മുന്നോട്ട് വരാറുള്ളതാണ് INTUC പ്രവർത്തകരൊക്കെ. അവരുടെ ഭാഗമായി സമരം, പ്രതിഷേധ മാർച്ചും അല്ലെങ്കിൽ ഓഫീസ് വിരോധം, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഇത്തവണത്തെ ഈ മാർച്ച് നോക്കിയാൽ ഈ CPMൻ്റെ സംഘടന അല്ലെങ്കിൽ INTUC പോലുള്ള CPയുടെ സംഘടനകൾ അവരൊക്കെയാണ് സജീവമായി ഇന്ന് ഈ കേന്ദ്രവിരുദ്ധ സമരത്തിനെതിരെ രംഗത്തുള്ളത്. ഇന്നും നമ്മൾ സ്കൂളിൽ കണ്ടതും അത്തരത്തിൽ ഹർത്താലിനോട് ആഭിമുഖ്യമില്ലാത്ത പ്രതിപക്ഷ സംഘടനകളുടെ അധ്യാപകരാണ് എത്തിയിരുന്നത്. അതാണ് ഈ CITU പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഒരു സമരം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹർത്താലോ പണിമുടക്കൊക്കെ വരുമ്പോൾ അതിനോടൊക്കെ സഹകരിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്കൂളിലും മറ്റു സ്കൂളുകളിലെ പോലെ കോഴിക്കോട് നഗരത്തിൽ ഒരു സ്കൂളിലും ഇന്ന് അധ്യയനം നടക്കുന്നില്ല, ഒരു കോളേജിലും ക്ലാസ്സുകൾ നടക്കുന്നില്ല. ഈ സ്കൂളിൽ മാത്രം എന്തുകൊണ്ട് മാറ്റമെന്ന ചോദ്യമാണ് CITU പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അതിന് മറുപടിയായി ഇവർ പറയുന്നത് വേണമെങ്കിൽ അടയ്ക്കാം, വേണമെങ്കിൽ തുറക്കാം,
തുറക്കാം, അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഈ അധ്യാപകരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നാണ് PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ കളിക്ക് ഒരു സ്കൂൾ വേദിയായി മാറി എന്നത് തന്നെയാണ് ഏറ്റവും മോശകരമായ ഒരു കാര്യം. കാരണം കുട്ടികൾക്ക് മാതൃക ആവേണ്ടവരാണ് അധ്യാപകരും രക്ഷകർത്താക്കളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ. അവർ പരസ്പരം ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ വിഷയത്തെ ചൊല്ലി തന്നെ പ്രശ്നമുണ്ടാക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. വളരെ വലിയ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണ്. ഒരു UP സ്കൂളാണെങ്കിൽ പോലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ മേഖലയിലെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ്. നല്ല കെട്ടിടങ്ങളുണ്ട്, നല്ല ക്ലാസ് റൂമുകളുണ്ട്, നല്ല മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തിടെയാണ് അയൺ ഷംസീർ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കാനായി വരികയും നാടിന് തന്നെ ആഘോഷമായി മാറുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ആ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. വളരെ വൃത്തിയുള്ള ഒരു സ്കൂൾ, വളരെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന ഒരു സ്കൂളൊക്കെയാണ്. പക്ഷേ ആ ഒരു സ്കൂളിൽ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ബലാബലത്തിന് വേണ്ടി ഇരു മുന്നണികളും എത്തി എന്നതിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. അതിനിടയ്ക്ക് ഒരു കുട്ടിക്ക് ഒരാളുടെ മുതിർന്ന ആളിൽ നിന്ന് മർദ്ദനമേറ്റു എന്നടക്കം അതാണ് അനീഷ് സൂചിപ്പിച്ച ഏറ്റവും മോശകരമായ ഒരു അവസ്ഥ. ഒരു സ്കൂളിലെ കുട്ടികൾക്കുണ്ടാക്കുന്ന അത് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം മറ്റുള്ളവർ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ അത് തടയാതിരിക്കാൻ ഈ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.